നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നാം ഇന്നിവിടെ ഇരിക്കുന്നു. നമുക്കനുകൂലമായി നീതിന്യായ കോടതിയിൽ നിന്ന് അക്രമത്തിന്റെ മാർഗത്തിലല്ല, മറിച്ച് സഹനത്തിന്റെ പാതയിൽ നീതിന്യായ വ്യവസ്ഥയിൽ കൂടി വ്യക്തമായ കോടതി ഉത്തരവുകളിലൂടെ കോടതി ഉത്തരവുകൾ നടപ്പിലാക്കി കിട്ടുവാൻ തക്കവണ്ണം ഈ ഇടവക വർഷങ്ങളായി നടത്തി വന്നിരുന്നതായ ഒരു പോരാട്ടത്തിന് കോടതിയിൽ നിന്ന് ഏറ്റവും ന്യായവും നീതിപരവുമായ ഒരു ഉത്തരവ് നമുക്ക് ലഭിച്ചു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കി തരുവാൻ കാലാനുസൃതമായി ബന്ധപ്പെട്ട പോലീസ് റവന്യൂ അധികാരികളെ നമ്മൾ സമീപിച്ചു. അവിടെയും നമുക്ക് നീതി ലഭിക്കാത്ത വന്ന ഒരു സാഹചര്യത്തിലാണ് അഭിമന്യ ഇടവമെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിൽ ഈ ഇടവകങ്ങളായ എല്ലാവരും കൂടി ചേർന്നതുകൊണ്ട് അവർക്ക് മാത്രം അവകാശപ്പെട്ടതായ ഈ പരിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കുവാനുള്ള അനുമതിക്കായി ഇവിടെ കാത്തിരിക്കുന്നത്. തീർച്ചയായും നീതിക്കായി വിശുദ്ധ ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ സഹന സമരത്തിൽ, സഹന പോരാട്ടത്തിൽ നിശ്ചയമായും നമുക്ക് ദൈവികമായ നീതി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് എല്ലാ പ്രാർത്ഥനാപൂർവമായ എല്ലാ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി തരുവാൻ ബന്ധപ്പെട്ട പോലീസ് റവന്യൂ അധികാരികൾ ശ്രദ്ധിക്കുമെന്നും അവരതിനുവേണ്ടി തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കി തരും എന്നും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ആരും ഇതൊന്നും പിടിച്ചുകൊണ്ട് പോകാനല്ല, മറിച്ച് ഈ ഇടവക വിശ്വാസികളുടേതാണ്. തീർച്ചയായിട്ടും എല്ലാ വിശ്വാസികൾക്കും 1934 ഭരണഘടനയ്ക്ക് അനുസൃതമായി പരിശുദ്ധ കാതോലിക്ക ബാബായുടെയും പരിശുദ്ധ കാതോലിക്ക ബാബായാലും അസോസിയേഷനാലും നിയമിക്കപ്പെട്ട അഭിമന്യ മെലിത്യോസ് തിരുമേനിയുടെ നേതൃത്വത്തിലും ഈ ഭദ്രാസനവും ഈ ഇടവകയും ഭരിക്കപ്പെട്ട് തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ തീർച്ചയായും ഇവിടെ ആരാധിക്കുന്ന സ്ഥാപന ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് എല്ലാ ദേവാലയങ്ങളുടെയും. തീർച്ചയായിട്ടും ആ സ്ഥാപന ഉപദേശത്തിൽ തന്നെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒറ്റ ശക്തി